അത് കരുതിയിട്ട് കമ്മിറ്റിക്കാർ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ചില ആളുകളുടെ വയലിന് വന്ന മൂല്യാരെ വല്ലാതെ പരിഗണിക്കും, ഉദാരിക്കാൻ വരുന്ന തങ്ങന്മാരെ വല്ലാതെ പരിഗണിക്കും. അവരെ ബഹുമാനിച്ച് ആകാശത്ത് വെച്ചിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കും. മദ്രസയിലെ ഉസ്താദിന്റെ ശമ്പളം ചോദിച്ചാൽ വയലിന് വന്ന മൂല്യാർക്ക് കൊടുത്ത പൈസയും കൂടി അയാൾക്ക് മാസത്തിൽ കൊടുക്കൂല. ആരെ പഠിപ്പിച്ചതാ? വയലിന് വന്ന മൂല്യാർ ചിലപ്പോ 2 മണിക്കൂർ 1 മണിക്കൂർ അല്ലെങ്കിൽ അത്രേ പ്രസംഗിക്കുള്ളൂ. അയാൾക്ക് എത്രയും വേണേ കൊടുക്കാൻ കമ്മിറ്റിക്കാര് തയ്യാറാണ്. അതിന് ഒരു വിഷമമില്ല, പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, അതിന് ഒരാൾക്കും വിഷമില്ല. കാരണം അയാൾ എത്ര കഷ്ടപ്പെടുന്നത്, എന്ത് കഷ്ടപ്പാട്! സ്വന്തം മകനെ പഠിപ്പിക്കാൻ എത്രയാ കഷ്ടപ്പെടുന്നത് എന്നറിയോ? എന്ന് പറയുന്ന മൂല്യാർക്ക് എന്ത് കഷ്ടപ്പാട്! ആകെ 2 മണിക്കൂർ ഇങ്ങനെ എഴുന്നേറ്റ് എന്തെങ്കിലും പറയണം. അള്ളാഹു തആല പറയുന്നതൊക്കെ കബൂലാക്കി തരട്ടെ. ചെറുതാക്കി പറയല്ല, അതേ സ്ഥാനത്ത് അതിന് ഭയങ്കര ബഹുമാനം കൽപ്പിക്കും. സ്വന്തം മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദ്, അയാള് മദ്രസയിലെ മുഅല്ലിമല്ലേ, അയാൾക്ക് എന്ത് വാല്യൂ എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. മറിച്ച് വയലിന് വരുന്ന ഉസ്താദിനെക്കാളൊക്കെ ബഹുമാനിക്കേണ്ടത് ഈ കുട്ടിയുടെ ഉസ്താദിനെയാണ്. ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനാണ് വയലിന് വരുന്ന ഉസ്താദിനെക്കാളൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടത്. അത് എന്റെ മദ്രസയിലെ ചെറിയ ശമ്പളം വാങ്ങുന്ന ഉസ്താദല്ല, അയാളോട് ഉണ്ടായിരിക്കാൻ പറയും. എന്റെ മോനെ എങ്ങനെയാ വളർത്തേണ്ടത് എനിക്കറിയാമെന്ന് ഒരിക്കലും മക്കളോട് പറയരുത്. അങ്ങനെ ഒരു വാക്ക് നമ്മളെ കുട്ടികളുടെ ഉസ്താദുമാരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടോ, ആ കുട്ടിക്ക് ഉസ്താദുമാരോടുള്ള ബഹുമാനം നഷ്ടപ്പെടാനൊരു കാരണമാണ്. പിന്നെ കുട്ടിയുടെ മനസ്സിൽ ഒരു കാലത്തും ആ കുട്ടിയുടെ മനസ്സിൽ ബഹുമാനത്തെ സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കൂല. നമ്മളെ